പ്ലസ് ടു കഴിഞ്ഞ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ചിന്നുവും പ്രജുലാലും പ്രണയത്തിലായത്. ചിന്നുവിന്റെ കൂട്ടുകാരൻ പ്രജുവിന്റെ സുഹൃത്തായിരുന്നു. അവൻ ഇടയ്ക്കിടെ ചിന്നുവിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടതിലൂടെയാണ് പ്രജു ചിന്നുവിനെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അന്ന് ചിന്നു ടിക്ടോക്കിൽ സജീവമാണെന്നൊന്നും പ്രജുവിന് അറിയുമായിരുന്നില്ല. ഒരു ദിവസം കൂട്ടുകാരനോട് ചിന്നുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയപ്പോൾ തന്റെ കാമുകിയാണെന്നായിരുന്നു കൂട്ടുകാരന്റെ മറുപടി. അത് വെറുതെ പറഞ്ഞതാണെന്ന് മനസ്സിലായപ്പോഴാണ് പ്രജു ചിന്നുവിനെ നോക്കാൻ തുടങ്ങിയത്. ടാറ്റു അടിച്ചവരെയും സ്റ്റഡ് അടിച്ചിട്ടുള്ളവരെയും എല്ലാം ചിന്നു ഇഷ്ടപ്പെട്ടിരുന്ന കാലത്താണ് പ്രജുവിനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. എന്നാൽ ആ സമയത്ത് പ്രജുവിന് ടൈം പാസിനായി മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. ആ കുട്ടിയെ ഒഴിവാക്കിയാണ് പ്രജുവും ചിന്നുവും പ്രണയത്തിലായത്. ഒരാഴ്ച സമയമെടുത്താണ് പ്രണയം പറഞ്ഞതും. ശേഷം അമ്മയോടാണ് പ്രണയത്തിന്റെ കാര്യം ആദ്യം വെളിപ്പെടുത്തിയത്. 1.5 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് കല്യാണം കഴിച്ചത്. കൊറോണ സമയത്തായിരുന്നു ഇവരുടെ വിവാഹം. അന്ന് ചിന്നുവിന് 19ഉം പ്രജുവിന് 21 വയസ്സായിരുന്നു പ്രായം. 2 വയസ്സിന്റെ വ്യത്യാസം. വീട്ടിൽ പറയാതെയാണ് പ്രജു വിവാഹം കഴിച്ചത്. അച്ഛനും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വന്നിരുന്നു. പക്ഷെ അമ്മയോട് മാത്രം പറഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അമ്മയെ അറിയിച്ചത്. അതിനു കാരണം അനിയത്തിയുടെ വിവാഹം കഴിയാതെ മുതിർന്ന സഹോദരൻ വിവാഹം കഴിക്കരുത് എന്ന നാട്ടുനടപ്പ് ഇവരുടെ നാട്ടിലുണ്ടായിരുന്നു. പ്രജുവിന് ഒരു അനിയത്തിയുണ്ട് എന്നതായിരുന്നു അമ്മയോട് പറയാതിരുന്നതിന്റെ കാരണം. പിന്നാലെ 1 വർഷത്തിനിപ്പുറം ദിഹാൻ എന്ന മകനും ജനിച്ചു. എന്നാൽ അതിനിടെയാണ് ഭർത്താവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി രേഷ്മ പ്രജുവുമായി അകന്നു കഴിയുകയായിരുന്നത്. വിവാഹമോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിന് ഇടയിലായിരുന്നു മരണം സംഭവിച്ചത്.